ഹായ് ഫ്രണ്ട്സ്, അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡ്യൂപോണ്ട് കമ്പനിയിൽ വരുന്ന കർസെറ്റ് എന്ന് പറയുന്ന ഫംഗിസൈഡാണ്. കർസെറ്റിൻ്റെ കോഡ് നെയിമായിട്ട് വരുന്നത് M8 എന്ന് പറയുന്ന കോഡ് നെയിമിലാണ് വരുന്നത്. അപ്പോൾ കർസെറ്റിൻ്റെ ഒരു കെമിക്കൽ കോമ്പിനേഷൻ വരുന്നത് സൈമോക്സിലിൻ 8%, മാംഗോസിബ് 64%, WP ഫോമിലാണ് വരുന്നത്. കോൺടാക്ട് ആൻഡ് സിസ്റ്റമിക് ആക്ഷനുള്ള ഒരു ഫംഗിസൈഡാണ്. നമുക്കറിയാം സൈമോക്സിലിൻ സിസ്റ്റമിക് ആയിട്ട് വർക്ക് ചെയ്യും, മാംഗോസിബ് കോൺടാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ ഏലത്തോട്ടങ്ങളിൽ ഉപയോഗിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു ഡോസേജ് ആയിട്ട് വരുന്ന ഒരു 300 ഗ്രാമാണ് നമ്മൾ ഡോസേജ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കിംഗ് സൈസ് വരുന്നത് 300, 600, 900 എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പാക്കിംഗ് സൈസ് വരുന്നത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാമിൻ്റെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു 300 ഗ്രാമിന് 400 രൂപ വരെ ബാർ കോസ്റ്റ് വരുന്ന ഒരു കോമ്പിനേഷൻ കൂടിയാണ്. നമ്മളിപ്പോൾ ഈ സമയത്ത് നമ്മളിത് പരിചയപ്പെടുത്താനുള്ള ഒരു കാരണം, നമ്മൾ ഏലത്തോട്ടങ്ങളിൽ റൈസറ്റോണിയ എന്ന് പറയുന്ന രോഗം കൊത്തഴുകളിലും വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കൊത്തഴുകലിന് നമുക്ക് COC കൂട്ടി ഉപയോഗിക്കണമെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ ഏലച്ചെടികളിൽ കൊത്തഴുകൽ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഭാഗങ്ങളിൽ നമുക്ക് COC ഒരു 300 ഗ്രാമും കർസെറ്റ് എന്ന് പറയുന്ന കോമ്പിനേഷൻ ഒരു 300 ഗ്രാമും, അതിൻ്റെ കൂടെ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ടാഗ്മൈസിനോ പ്ലാന്റോമൈസിനോ വാലിഡാമൈസിനോ കാസികമൈസിനോ ഏതെങ്കിലും ഒരു ബാക്ടീരിയ സൈഡും കൂടെ കൂട്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ കൊത്തഴുകലിൽ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇനി അതല്ലാതെ നമ്മൾ ഈ കർസെറ്റ് എന്ന് പറയുന്ന കോമ്പിനേഷൻ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് റൈസറ്റോണിയ, ഇലപ്പുള്ളി രോഗം, ഇലകരിച്ചിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾക്കെല്ലാം നല്ല റിസൾട്ടാണ്. നമുക്കറിയാം നമ്മുടെ ഇലയുടെ അടിയിലൊരു പൂപ്പൽ പോലെ വന്നിട്ട് ഇല അവിടുന്ന് അഴുകി വെയിലടിക്കുകയാണെങ്കിൽ അത് ഉണങ്ങി കരിഞ്ഞു പോകുന്നൊരു പ്രതിഭാസം കണ്ടുവരുന്നുണ്ട്. ഇതുകൂടാതെ ഇല കരിച്ചിലായിട്ട് കയറി വരുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഈ വർഷം നമ്മുടെ ഏലത്തോട്ടങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു രോഗമാണ് പ്രത്യേകിച്ച് കണിപ്പറമ്പൻ ചെടികളിൽ ഇളഞ്ചിമ്പുകൾ ഒരു കുഴപ്പമില്ലാതെ വളർന്നു വരികയും ഒരു നമ്മളൊരു അരയടി പൊക്കത്തിലോട്ട് എത്തിക്കുമ്പോഴത്തേക്കും അടിവശത്ത് നിന്ന് ചീഞ്ഞ് അത് നശിച്ചു പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് വ്യാപകമായിട്ട് ഏലത്തോട്ടങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങൾക്കും നല്ലൊരു റിസൾട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നമുക്ക് റൈസറ്റോണിയ വരുന്ന തോട്ടങ്ങളിൽ നമുക്ക് സ്പ്രേ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നമ്മൾ ഡ്രിഞ്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ കിട്ടുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ കർസെറ്റ് എന്ന് പറയുന്ന കോമ്പിനേഷൻ സൈമോക്സിലിൻ പ്ലസ് മാംഗോസിപ്പിൻ്റെ കോമ്പിനേഷൻ 200 ലിറ്ററിന് ഒരു 300 ഗ്രാം മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ചെടിക്കൊരു ട്രിഞ്ചിങ് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇതുകൂടാതെ നമ്മൾ സൈമോക്സിലിൻ പ്ലസ് മാംഗോസിപ്പ് ട്രിഞ്ചിങ് പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള വേര് പടലങ്ങൾ ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ വേര് ചീച്ചിൽ പോലുള്ള രോഗങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ വേരുണ്ടായി വരുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേര് കരച്ചിലുള്ളവർക്കും വേര് ചീച്ചിലുള്ളവർക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ ഇലകരിച്ചിലിന് ഉപയോഗിക്കാം, ഇലപ്പുള്ളി രോഗങ്ങൾക്ക് ഉപയോഗിക്കാം, കൊത്തഴുകലിന് ഉപയോഗിക്കാം, തട്ടമരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പ്ലസ് COC ഇച്ചിരി ഡോസ് കൂട്ടി ഉപയോഗിക്കേണ്ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇത് ടാർഗറ്റ് ചെയ്യുന്ന കൊത്തഴുകൽ, റൈസറ്റോണിയ, ഇലകരിച്ചിൽ, ഇലപ്പുള്ളി രോഗം, അതേപോലെ വേര് കരിച്ചിലിന് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ കമ്പനിയെക്കുറിച്ച് അവകാശപ്പെടുന്നത് റാപ്പിഡ് പെനട്രേഷൻ ആണെന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത്രയും പെട്ടെന്ന് ചെടിക്കുള്ളിലോട്ട് കടന്നു ചെന്ന് നമുക്ക് പെട്ടെന്ന് നമ്മളെ ചെടിക്കുള്ളിലെ ഫംഗസുകളെല്ലാം കൊന്ന് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നൽകുകയും ചെയ്യും. ഇത് കൂടാതെ ചെടിക്ക് നമ്മൾ ഫംഗിസൈഡുകൾ കൊടുക്കുമ്പോൾ ചെടിക്ക് ഒരു അറസ്റ്റ് ഉണ്ടാകാറുണ്ട്. ഈ അറസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കോമ്പിനേഷനാണ്. നമ്മളിത് ഈ കർസെറ്റ് എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉപയോഗിക്കുമ്പോൾ വളരെ അറസ്റ്റ് കുറവാണ്, ചെടിക്ക് സ്ട്രെസ് കുറഞ്ഞ രീതിയിൽ ഇത് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നമ്മളുടെ കായ് പിടിക്കുന്ന സമയങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കോമ്പിനേഷനായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും, അറസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മളിത് മണ്ണിലോട്ട് ട്രിഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രകൃതിക്ക് ഒട്ടും ദോഷമല്ലാത്ത രീതിയിലുള്ള ഒരു കെമിക്കൽ കോമ്പിനേഷനാണ്. അതിന് കമ്പനി അവകാശപ്പെടുന്നത് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ മണ്ണിര നശിച്ചു പോകുന്നില്ല, നമ്മുടെ തോട്ടത്തിലുള്ള തേനീച്ച നശിച്ചു പോകുന്നില്ല, മറ്റ് മൃഗങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടാകുന്നില്ല, മനുഷ്യന് പ്രശ്നം ഉണ്ടാകുന്നില്ല. അങ്ങനെ കൊണ്ട് മണ്ണിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ തന്നെ പറയാൻ പറ്റുന്നതാണ് ഈ കർസെറ്റ് എന്ന് പറയുന്ന കോമ്പിനേഷൻ, സൈമോക്സിലിൻ പ്ലസ് മാംഗോസിപ്പ് കോമ്പിനേഷൻ വരുന്നത്. പിന്നെ ഈ ഫംഗിസൈഡ് നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ട് തന്നെ ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തി നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കറിയാം, നമുക്ക് ടോക്സിക് ഫ്രീ ആയിട്ടുള്ള ഒരു ഫംഗിസൈഡ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. മണ്ണിലോട്ട് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ, അതായത് വേര് കരിച്ചിലും മറ്റു രോഗങ്ങൾക്ക് കൊടുക്കാൻ നല്ലൊരു കോമ്പിനേഷൻ, അതായത് നമ്മുടെ മണ്ണിലുള്ള മണ്ണിരകളൊക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നൊരു കോമ്പിനേഷൻ എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞൊരു 300 ഗ്രാമിൽ 400 രൂപ വരെ വാറൽ കോസ്റ്റ് വരുന്നൊരു കോമ്പിനേഷനാണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു 300 ഗ്രാമാണ് അതിൻ്റെ ഡോസേജ് വരുന്നത്. 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ഡ്രിഞ്ച് ചെയ്യാൻ കഴിയും. അതേപോലെ നമ്മൾ സ്പ്രേയിങ് ആണെങ്കിൽ ഒരു 300 ഗ്രാം കർസെറ്റും അതിനോട് ഒരു 300 ഗ്രാം COC കൂടെ കൂട്ടി ഉപയോഗിക്കണം. കൊത്തഴുകൽ, റൈസറ്റോണിയ പോലുള്ള രോഗങ്ങൾക്ക് നല്ല റിസൾട്ട് നൽകുന്നൊരു കോമ്പിനേഷനാണ്. പിന്നെ നമ്മുടെ തോട്ടങ്ങളിലെ മീനൊക്കെ വളർത്തുന്നവർ കാണാം, നമ്മുടെ പടുതാക്കുളങ്ങളിലും കാര്യങ്ങളിലൊക്കെ. നമുക്ക് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ടത്തിലുള്ള മീനുകൾക്കൊന്നും യാതൊരു ദോഷവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കെമിക്കൽ കോമ്പിനേഷൻ കൂടിയാണ്. അത് പ്രത്യേകമായിട്ട് കമ്പനി പറയുന്നുണ്ട്. നമ്മുടെ പല തോട്ടങ്ങളിലും നമ്മൾ പല രീതിയിലുള്ള മരുന്നുകൾ പ്രയോഗിക്കുമെന്നാണ് തോട്ടത്തിലോ നമ്മുടെ പടുതാക്കുളത്തിലോ
അല്ലാത്ത കുളങ്ങളിലൊക്കെ കിടക്കുന്ന മീനുകളൊക്കെ നശിച്ചു പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കെമിക്കൽ കോമ്പിനേഷനാണ് ഈ കർസറ്റ് എന്ന് പറയുന്ന കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് വളരെ ടോക്സിക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നൊരു കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് ചെടിക്ക് അറസ്റ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതൊരു ബ്ലൂ ട്രയാങ്കിളിൽ വരുന്നൊരു കോമ്പിനേഷനാണ്. ഇതൊക്കെയാണ് ഈ ഫംഗിസൈഡുകളെ കുറിച്ച് പറയാനുള്ളത് നമുക്ക്. അപ്പം ഈ ഫംഗിസൈഡിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് റിപ്ലൈ നൽകുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനലൊക്കെ കാണുന്നവർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും നമ്മുടെ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്നൊരു സപ്പോർട്ടാണ് നമുക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് അടുത്തൊരു പ്രൊഡക്റ്റുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വരാം. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുമ്പോൾ ഈ കർസറ്റ് എന്ന് പറയുന്ന കോമ്പിനേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഇത് കൂടാതെ പല കമ്പനികൾക്ക് ഈ കോമ്പിനേഷൻ ഉണ്ട്. അതൊക്കെ മേടിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങളുടെ യുക്തിയാണ്. ഏത് ബ്രാൻഡിൽ വേണമെങ്കിലും മേടിച്ച് ഉപയോഗിക്കുക. അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡ് മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നല്ല പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ നല്ല കമ്പനികളിൽ പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യാനുള്ള കാരണം. അവരവരുടെ സാമ്പത്തികവും അവരവർക്ക് അവൈലബിലിറ്റിയൊക്കെ അനുസരിച്ച് ഇഷ്ടമുള്ള ബ്രാൻഡ് മേടിച്ച് ഉപയോഗിക്കുക. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.